മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നൽകിയ ക്രിമിനൽ അപകീർത്തി കേസിൽ PV അൻവറിന് നോട്ടീസ്. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. ഡിസംബർ 3-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിൽ, അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി കുറ്റകരമായ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പി ശശിയുടെ നോട്ടീസ് അയച്ചത്. അതിലാണല്ലോ നിലവിൽ നേരിട്ട് ഹാജരാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് കോടതി ഉത്തരവിലുള്ളത്? ഏതായാലും ഇപ്പോൾ PV അൻവറിന് ഇത്തരത്തിൽ നോട്ടീസ് അയക്കാനും ഒപ്പം ഡിസംബർ 3-ാം തീയതി ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ക്രിമിനൽ അപകീർത്തി കേസാണ് പി ശശി PV അൻവറിനെതിരെ ഫയൽ ചെയ്തിരുന്നത്. വാർത്താ സമ്മേളനത്തിലും ഒപ്പം തന്നെ പാലക്കാട് നടത്തിയ പ്രസംഗത്തിലും ഉൾപ്പെടെ പി ശശിക്കെതിരെ അപകീർത്തികരമായ നിരവധി പരാമർശങ്ങൾ, ഒപ്പം തന്നെ അത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പി ശശി തലശ്ശേരി കോടതിയിലും ഒപ്പം തന്നെ കണ്ണൂർ കോടതിയിലും ഇത്തരത്തിൽ ഹർജികൾ ഫയൽ ചെയ്തത്. ഈ ഹർജികളെ തുടർന്നാണ് ഇപ്പോൾ PV അൻവറിന് നോട്ടീസ് അയച്ച് നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ അതിഗുരുതരമായ ചില ആരോപണങ്ങളാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പി ശശിക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്നാണ് പി ശശി ഈ നോട്ടീസിലൂടെ പറയുന്നത്. ഒപ്പം തന്നെ ഈ പരാമർശങ്ങൾ പിൻവലിക്കണം, അത് പിൻവലിച്ച് മാപ്പ് പറയണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഈ ഹർജി ഫയൽ ചെയ്തപ്പോൾ തന്നെ പി ശശി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും അക്കാര്യത്തിൽ ഒന്നും ഒരു മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന്, അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നിയമ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സമീപനം പി ശശിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനെ തുടർന്നായിരുന്നു തലശ്ശേരി കോടതിയിലും കണ്ണൂർ കോടതിയിലും ഇത്തരത്തിൽ ഹർജികൾ നൽകിയത്. ഇനിയിപ്പോൾ PV അൻവർ നേരിട്ട് കോടതിയിൽ ഹാജരാവുകയും ഇതിന്റെ ഈ കേസിലെ വാദം കേൾക്കുകയും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ശരി, നിഖിൽ അളവൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപകീർത്തി കേസിൽ പി ശശി നൽകിയ അപകീർത്തി കേസിലാണ് PV അൻവറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി.